ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അതാ ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിന് റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ ഉഴുന്ന് ദോശ റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കുന്ന പോലെ തന്നെ ഉഴുന്നിൻ്റെ അളവ് കുറച്ചിട്ട് ചെറുപയറിൻ്റെ അളവ് കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിന് 2 കപ്പ് പച്ചരി, അതുപോലെ ഒരു ഗ്ലാസ് ഉഴുന്നുപരിപ്പ്, ഒരു കപ്പ് ചെറുപയർ, ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്നുപരിപ്പ്. ആ ഒരു തോതിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് വെള്ളത്തിലിട്ട് കുതിരാനും വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഒക്കെ ബാക്കി നമ്മൾ ദോശമാവ് റെഡിയാക്കുന്ന അതേ സെയിം രീതിയിൽ തന്നെ മാവൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് രാത്രി ഒന്ന് ഫെർമെൻറ്റേഷന് വെക്കുക. രാവിലെ നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ മക്കൾ സ്കൂളിൽ വരുമ്പോഴത്തേന് അവർക്ക് ബ്രോസ്റ്റാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവർക്ക് ബ്രോസ്റ്റ് മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഗ്രെയിൻ റൈസിൻ്റെ നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബ്രോസ്റ്റ് റെഡിയാക്കാറുള്ളത്. ഗ്രെയിൻ റൈസിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ കുഴച്ച് വെക്കുമ്പോൾ കുറച്ചധികം മാവ് കുഴച്ച് റെഡിയാക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാവും കേട്ടോ. പിന്നെ ഞാനിത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നായിട്ടൊന്ന് ഐസ് പോകാനും വേണ്ടിയിട്ട് പുറത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കൂടുതലധികം തന്നെ ഉണ്ടാക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു ഉപകാരമാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചും അത് നല്ലൊരു ഉപകാരമാണ്. സമയം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ഇതുപോലെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ജോലികൾ അങ്ങനെ ചെയ്ത് തീർക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഇതൊക്കെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ മാവുകളൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ കുറച്ചധികം റെഡിയാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ സമയത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് മാവൊക്കെ കുഴച്ചെടുത്തതാക്കി അതുവരെയൊന്നും ഒരു വെയിറ്റ് ചെയ്യൂല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്ത് വെച്ചാൽ ഇനിയിപ്പോൾ സമയമില്ലാത്തവർക്കും ചെറിയ കുട്ടികൾക്കും അതുപോലെ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. സമയം കിട്ടുമ്പോൾ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും തീർക്കാൻ പറ്റുന്നതൊക്കെ തീർത്ത് റെഡിയാക്കി വെക്കുക. പിന്നെ ഞാൻ ആ ഒരു ഗോതമ്പിൻ്റെ മാവുണ്ടല്ലോ അങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് എടുത്ത് വെക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കെട്ടി എടുത്ത് വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഇതിൽ കേടുപാടൊന്നും കൂടാതെ അങ്ങനെ നല്ല ഇതിൽ സൂക്ഷിക്കാൻ പറ്റാറുണ്ട്. അതാണ് ഞാനിങ്ങനെ റാപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ ബീറ്ററിൻ്റെ ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കാറുള്ളത്. ഞാൻ ഈ മാവ് കുഴക്കുന്ന അധിക വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട്, എനിക്ക് പോലും അറിയില്ല, ഇപ്പം എനിക്ക് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഷെയർ ആക്കലുണ്ട് കേട്ടോ. ആ സംഭവം നമ്മൾ എടുത്തു വെക്കാറാണല്ലോ ചെയ്യാറുള്ളത്. അപ്പം അതെടുത്ത് വെക്കുന്നതിലും നല്ലതാണ്, അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു അറിവുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കൈവച്ച് കുഴക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല സുഖമാണ്. ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ബ്രോസ്റ്റിനുള്ളതൊക്കെ ഞാൻ അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാൻ കേട്ടോ. വെറും 4 ചപ്പാത്തിയാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. ബാക്കി ഞാൻ മാവ് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ചപ്പാത്തി ചുടലും പരത്തലും കൂടെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ ആ ഒരു പാക്കറ്റിൽ തന്നെ അതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇനി ഈ ഫ്ലോറിൽ നിന്ന് മുക്കിയിട്ട്
അങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് ഇനി ഒരു വട്ടം കൂടി ആ ഒരു വെള്ളത്തിൽ ചിക്കൻ ഒന്നുകൂടെ മുക്കിയിട്ടാണ് ഒന്നും കൂടെ അപ്പോൾ ഡബിൾ കോട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ആ ഒരു ബ്രോസ്റ്റിൻ്റെ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതാ ഒരു ബ്രോസ്റ്റായിട്ട് അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്രോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ്. പിന്നെ സാധാ നമ്മുടെ പാം ഓയിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, അതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതാ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാത്രങ്ങളൊക്കെ പിന്നെ വേഗം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അടുക്കളയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കലിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം അടുക്കളയിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറി നിൽക്കാൻ പറ്റും കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അടുക്കള ക്ലീൻ ആക്കാനായിട്ട് സമയം കണ്ടെത്തി ക്ലീൻ ആക്കുന്ന അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ മക്കൾ വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബ്രോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ചപ്പാത്തിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ മക്കൾക്ക് എന്താ ഉണ്ടാക്കലെന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സജഷൻ കമൻറ്റ് ബോക്സിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെന്താ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.